Frozen, colder than ice. Hating you was the only war, and I can't stop loving you, darling. Only mine, mine, mine love. എൻ്റെ അമ്മ ലവളായിരിക്കും. വന്നോ വനമാല? വന്നു. എന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അയ്യോ, വെയിറ്റ് ചെയ്തൊന്നുമല്ല, ഇതിപ്പോ സ്ഥിര ഏർപ്പാടാണല്ലോ. അത് പിന്നെ കാരണം ഒരു നല്ല ചായ ഇടുമെന്നറിഞ്ഞ് ചായ കുടിക്കാൻ വന്നതാ. ഓ, ഇന്നപ്പോ എന്റെ ചായ ഒരു കയറി പിടിച്ചല്ലേ? അല്ല, അതിന് നീ എന്നാ എൻ്റെ ഇന്ന് ചായ കുടിച്ചിട്ടുള്ളത്? അത് പിന്നെ സ്വപ്നത്തിന്. എന്തോത്ത്? ആന്നേ കാർന്നോര്, ഇന്ന് രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടു. കാർന്നോരുടെ ചായ കുടിച്ച് ഞാൻ നിർവൃതിയായിരുന്നത്. നിർവൃതി അണയുന്നത് ആദ്യം അത് പറഞ്ഞു പഠിക്കും. നാക്കും വഴങ്ങില്ല. നീ രാവിലെ പല്ല് വയ്ക്കാറുണ്ടോ? ഉണ്ട്. എന്തേ? ആ, അതിൻ്റെ കൂടെ ടങ് ക്ലീനർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വല്ലപ്പോഴും എടുത്തേ ആ നാക്കൊന്ന് പഠിക്കും. എന്താ ഇവിടെ? അവക്ക് എൻ്റെ ചായ കുടിച്ച് നിർവൃതി അണയണോന്ന്. കാർന്നോരെ, ഒരു ടങ് ക്ലീനർ വാങ്ങി വെക്കുന്നത് നല്ലതായിരിക്കും. ടങ് ക്ലീനറോ? അത് ചില പേഴ്സണൽ മാറ്റേഴ്സ്, അതിൽ കാര്യമൊന്നുമില്ല. ധ്രുവ, ഞാൻ ഒന്ന് കോളനി വരെ പോയിട്ട് വരാം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ? ശരി, നോക്ക്, പ്രശ്നമൊന്നും ഉണ്ടാക്കിക്കരുത്, കേട്ടല്ലോ? അതൊക്കെ അവിടെ ഉള്ളവന്മാരുടെ ആയുസിന്റെ ബലം പോലെ ഇരിക്കും. ഞാൻ പോവാ. അല്ല, എവള് ഇറക്കി വിടാൻ പറഞ്ഞാലും പോവില്ലല്ലോ. എന്തായാലും കാണിക്കട്ടെ. സത്യം. അപ്പൊ എനിക്കിവിടെ നിൽക്കാന്നാണോ? ഞാൻ തിരിച്ചു വരുമ്പോ നിന്നെ ഇവിടെ കാണരുത്. പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? എന്താ? ഒന്നുമില്ല, വരുമ്പത്തേക്ക് ഞാൻ പൊക്കോളാന്ന് പറഞ്ഞത്. എന്തിനാടി ആവശ്യമില്ലാത്ത കൊല്ലപ്പുറത്ത് തല വയ്ക്കുന്നത്? എനിക്ക് പണ്ട് തൊട്ടേ പൊല്ലാപ്പുഴയിൽ പോയി ചാടുന്ന ഭയങ്കര ഇഷ്ടം. മോളെ, നീ കുറെ അനുഭവിക്കേണ്ടി വരും, അതുകൊണ്ടാ പറയുന്നത്. വേണ്ട, വിട്ടേരെ. ഞാൻ സഹിച്ചു. പട്ടീരവാല് 12 കാലം കുഴലിട്ടാലും നേരെ ആവൂലെന്നല്ലേ? ഞാൻ ആ പട്ടീരവാല് തന്നെയാ. ആ പട്ടി ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിപ്പോയ സാധനമാണെന്നേ ഉള്ളൂ. നീ അവന്റെ പാല് അല്ലേ? അവൻ കേക്കണ്ട. ഓടെ, ഞാനേ വേറൊരു അനുഭവിക്കാനാ വന്നേ. അവനെ കാണാവുന്നില്ലേ അപ്പൊ? ആണ്, ഞാൻ കണ്ടല്ലോ, ആള് പോവുകയും ചെയ്തു. ഞാൻ പുള്ളിയുടെ നമ്പര് തരത്തില്ല. സത്യമായിട്ട് ഞാൻ ആവശ്യമില്ലാത്ത സമയത്തൊന്നും വിളിച്ച് ശല്യപ്പെടുത്തത്തില്ല. വിളിച്ച് ശല്യപ്പെടുത്താനല്ലെങ്കിൽ മാഡത്തിന് എന്തിനാണാവോ അവന്റെ നമ്പര്? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ പറഞ്ഞില്ലേ ആരാണ്ടെന്നെ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയെന്ന്. അങ്ങനെ ആരെങ്കിലും വന്നാൽ എനിക്ക് വേറെ ആരെയാ വിളിക്കാൻ പറ്റും? അതുകൊണ്ടാ. അങ്ങനെയാണെങ്കിൽ തരാം, പക്ഷെ പാതിരാത്രി ഒന്നും കിടന്ന് അവനെ വിളിച്ചു കളയരുത്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ രാത്രിയാണ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നതെങ്കിൽ അപ്പം ഞാൻ വിളിക്കണ്ടേ? നീയേ തൽക്കാലം രാത്രി പുറത്തിറങ്ങണ്ട, പ്രശ്നം തീർന്നില്ലേ? അല്ല തന്നെ ബാക്കി മനുഷ്യർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവളിങ്ങനെ തേടാ പാരാ തെണ്ടി കണക്കെ.
ഇതെന്ത് പാട്? എന്താ പെണ്ണുങ്ങൾക്ക് രാത്രി പുറത്തിറങ്ങിക്കൂടെ? ഓ, ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. പെണ്ണുങ്ങൾക്ക് പുറത്തിറങ്ങിയ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഞാൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവർ കിടന്നുറങ്ങുന്ന സമയത്ത് നിനക്കും കിടന്നുറങ്ങിയ പ്രശ്നം തീർന്നില്ലേ? അതും ആരാണ്ടൊക്കെ നിന്റെ പിറകെ ഉണ്ടെന്ന് നിനക്ക് തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വെറുതെ എന്തിനാ ആവശ്യത്തെ പ്രശ്നം ഉണ്ടാക്കി വെക്കുന്നത്? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ നാളെ ഫെമിനിസ്റ്റുകൾ വന്ന് എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതി. കേട്ടല്ലോ? നീ പുറത്തിറങ്ങണമെങ്കിൽ പുറത്തിറങ്ങിക്കോ. പോയി ഐസ്ക്രീം തിന്നെങ്കിൽ ഐസ്ക്രീമും തിന്നോ. ഗുഡ് ബോയ്. ഇവളോട് സംസാരിച്ച് എൻ്റെ തല പൊട്ടി പോകത്തേ ഉള്ളൂ. നമ്പർ ഫീഡ് ചെയ്തേക്കെ. താങ്ക് യു. എന്താ എന്നെ വിളിച്ചേ? ഇവിടെ എന്താ പറ്റിയേ? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ലടാ. കുറേ പേര് നേരെ കയറിയെന്ന് നിന്നെ അന്വേഷിച്ചത്. എന്നിട്ട് നീ ഇവിടെ ഇല്ലെന്നായപ്പോൾ ഇവിടെ കയറി നമ്മുടെ പിള്ളേരെയൊക്കെ അടിച്ചു. അവന്മാരെ പറ്റി എന്തേലും നിങ്ങൾക്കറിയോ? ഇതിനു മുമ്പ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളിതുവരെ അവരെ കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് തലവൻ അവനല്ല, എന്തോ സേറെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആരാന്ന് കൂടി ഞങ്ങൾക്കറിയില്ല. സാഗർ, ഞാനും ഈ പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആരാവൻ? ഞങ്ങൾക്കൊന്നും അറിയില്ലടാ. ഇപ്പൊ ജീവനെ കൈ പിടിച്ച് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളോട് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനൊക്കെ പറഞ്ഞു. എന്തിനാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ആരാണ് ഈ പാതിരാത്രി? ഹലോ, ഹലോ. നീയാ? എടി പോത്തെ, സമയം 2 മണിയായി. നീ എന്തിനാ ഇപ്പൊ കിടന്ന് വിളിക്കുന്നേ? കാർന്നോരോ? ഇത് റോക്ക് ചേട്ടന്റെ നമ്പർ അല്ലായിരുന്നോ? നീ എന്തേലും കുരുത്തക്കേട് കാണിക്കുമെന്ന് എനിക്ക് അപ്പോഴേ ഉറപ്പായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ എൻ്റെ നമ്പർ നിനക്ക് തന്നതാ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവനെ വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ പാതിരാത്രി ഞാൻ അവനെ വിളിച്ച് അവൻ എന്നെ വന്ന് പഞ്ഞിക്കിടും നിനക്ക് നമ്പർ തന്നേന്. അല്ല, ഇപ്പൊ നീ എന്തിനാ വിളിച്ചേ? ആരെങ്കിലും നിന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? നീ വീട്ടിന് പുറത്താണോ? ഞാൻ വീടിന് പുറത്താണ്, പക്ഷെ ആരും ഫോളോ ചെയ്യുന്നില്ല. എന്തോന്ന്? രാത്രി 2 മണിക്ക് നീ എന്തോ ചെയ്യുന്നേ? ഞാനൊരു ചായ കുടിക്കാൻ ഇറങ്ങിയതാ. ചായ കുടിക്കാൻ രാത്രി 2 മണിക്ക്? അവനും ഈ പ്രശ്നം ഉണ്ടായിരുന്നു മുമ്പ്. ഇപ്പൊ ഒന്ന് അടങ്ങിയിരിക്കുക. ആണോ? എന്നാ പോയി വിളിച്ചേ, എന്നിട്ടൊരു ചായ കുടിക്കാൻ ഇറങ്ങി വരാൻ പറ. ഞാൻ വീട്ടിൻ്റെ മുമ്പിലുണ്ട്. എന്തോന്ന്? വീട്ടിന്റെ മുമ്പിലാ? ഈശ്വരാ. ഡി, നിനക്കെന്താ അവിടെ കാര്യം? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ഹായ്. വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട്, പക്ഷെ എന്നെ കയറി ഇട്ടേക്കെ. ആ, അതെനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. എന്താ ധ്രുവ, ഉറക്കൊന്നും ഇല്ലേ നിനക്ക്? അല്ല, അത് പിന്നെ ഒന്നുമില്ല. നീ ആരോട് സംസാരിക്കുന്നേ? നീ തന്നെ വന്ന് നോക്ക്. ഹായ്. ഒരു ചായ കുടിക്കാൻ വരുന്നോ? ഇവക്കെന്താ വട്ടാണോ? ആണെന്നാ തോന്നുന്നേ അല്ലേ? എനിക്കറിയത്തില്ല. ഡി, വീട്ടിൽ പോടി. ഞാൻ പോവില്ല. പിന്നെ നിങ്ങൾ വരുന്നെങ്കിൽ വാ, ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ പൊക്കോളാം.
ധ്രുവ, ടാ പാവോടാ. അല്ല അല്ല നീ ഇപ്പം രാത്രി ആരെങ്കിലും അവളെ ഫോളോ ചെയ്യാനോ മറ്റോ വന്നു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? നമുക്ക് ചുമ്മാ ഒന്ന് പോയി ചായ കുടിച്ച് വേണമെങ്കിൽ അവളെ സേഫായിട്ട് വീട്ടിൽ കൊണ്ട് ആക്കിയിട്ട് വന്നൂടെ? റോക്കി ചേട്ടൻ ഇപ്പം എന്താ മനസ്സിൽ പറഞ്ഞതെന്ന് ഞാൻ പറയട്ടെ. കാർന്ന് വരാ എനിക്ക് വളം വെച്ച് തരുന്നേന്ന് അല്ലേ? എന്നെ കൊലയ്ക്ക് കൊടുക്കാതെടി. താഴോട്ട് വന്നേ, ഒരു ചായ കുടിച്ചെന്നും പറഞ്ഞ് ആകാശമൊന്നും ഇടിഞ്ഞ് വീഴത്തില്ല. ഞാനൊന്നും വരുന്നില്ല, നീ ചെല്ല്. റോക്കി ചേട്ടൻ വന്നില്ലെങ്കിൽ ഞാനിവിടെ ഇരിക്കും. ഇവളെ കൊണ്ട് നീ എന്തിനാ എന്നെ നോക്കുന്നത്? ഞാനൊന്നുമല്ല അവളെ വിളിച്ചു വരുത്തിയത്. അവൾക്ക് എങ്ങനെ നിന്റെ നമ്പർ കിട്ടിയത്? അത് ഒരു കയ്യബദ്ധം. അവൾ എന്നോട് നമ്പർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാ. നീ കൊടുത്തതല്ലേ, ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി. ഞാൻ പോണു. ഒന്നും ആയില്ല, അവൻ വരത്തില്ല, നീ പൊക്കോ. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? വന്ന കാലി ഞാൻ തല്ലൊടിക്കും. പൊടി വീട്ടിൽ പൊടി. ഇതുവരെ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. നോക്ക്, എനിക്കെന്തോ പന്തിയോടെ തോന്നുന്നു. നീ വാ. അവര് പോയോ? ഇവാനാ? ആഹാ, രണ്ടുപേരുണ്ടല്ലോ. വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചായക്കൊതിയാണല്ലേ? അതൊന്നുമല്ല. ഇപ്പോ ആ കാറിൽ വന്നവര് നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ വന്നേന്നറിയോ? എനിക്കവരറിയത്തൊന്നുമില്ല. കണ്ടിട്ട് പാവം ചേട്ടന്മാരാണെന്ന് തോന്നുന്നു. വഴി ചോദിച്ചതാ. ഇപ്പം ആദ്യ രാത്രി 2 മണിക്കോ? അങ്ങനെ ചോദിച്ചാൽ എനിക്കെങ്ങനെ അറിയാം? അവർക്ക് 2 മണിക്ക് പുറത്തിറങ്ങാൻ തോന്നി അവർ 2 മണിക്ക് പുറത്തിറങ്ങും. നിങ്ങളിപ്പോൾ ചായ കുടിക്കാനല്ലേ വന്നത്? പോയാലോ? നീ തന്നെ അങ്ങ് പോയാൽ മതി. റോക്കി, അവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. എനിക്കെന്തോ ഒന്നും ശരിയായിട്ട് തോന്നുന്നില്ല. എവിടെ തൽക്കാലം ഇന്ന് ഇവിടെ നിർത്തിയാലോ? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവൾക്കെന്താ വീടില്ലേ? എടാ, അവളെ എങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നേ? അവൾക്ക് ഒറ്റയ്ക്ക് ഇതുവരെ വരാൻ അറിയായിരുന്നല്ലോ, അപ്പോൾ തിരിച്ചു പോകാനും അറിയായിരിക്കണം. ഇവനെ കൊണ്ട്. നീ വാ കൊച്ചേ, ഞാൻ നിന്നെ വീട് വരെ കൊണ്ടാക്കി തരാം. അയ്യോ, അതിന് എൻ്റെ വീട് നല്ല ദൂരമുണ്ട്. തൽക്കാലം ഞാൻ നിങ്ങളുടെ ഇവിടെ നിന്നോളാം. കണ്ടല്ലോ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പുല്ലപ്പൊന്നൊരു തലേ വെക്കരുതെന്ന്. ഇവളവിടെ എന്ത് നാശനഷ്ടം ഉണ്ടാക്കിയാലും ഞാൻ ഏറ്റു. പോരെ, നീ വാ കൊച്ചേ, ഇന്നത്തേക്ക് നീ ഇവിടെ നിൽക്ക്. ശരിക്കും ഇപ്പൊ വന്നാൽ നിനക്ക് അകത്ത് കയറാം, ഇല്ലെങ്കിൽ നടു റോട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. കയറി വാ ഇങ്ങോട്ട്, വാച പഠിക്കാതെ. ഓക്കെ. എൻ്റെ മുറി എവിടെയാ? ഇവിടെ മുറിയൊന്നുമില്ല, വേണമെങ്കിൽ ഹോളിലൂടെയും കിടന്നോ. റോക്കി എന്തുവാടാ? നീ വാ, ഞാൻ കാണിച്ചു തരാം. നീ അവളെ എങ്ങോട്ട് കൊണ്ടുപോവാ? എൻ്റെ റൂമിൽ കിടത്താൻ. കാർന്നോടെ അതൊന്നും ശരിയാകത്തില്ല. ഞാനെങ്ങനെ കല്യാണത്തിന് മുമ്പ് അന്യപുരുഷന്മാരുടെ മുറിയിലൊന്നും കിടക്കാറില്ല. ഈയടാ, കൂടെ കിടത്താൻ പറ്റിയൊരു സാധനം. അവിടെ ഞാൻ കിടക്കാറില്ല, ഞാൻ റോക്കിയുടെ കൂടെ കിടക്കാറ്. ഓ അല്ല, അതെന്താ പുള്ളിക്കാരൻ്റെ കൂടെ കിടക്കുന്നേ? ഈശ്വര, ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും? ചെറ്റവർത്താനം പറയുന്നോ? നീ വരുന്നുണ്ടെങ്കിൽ വാ. അല്ല കാർന്നോരെ, അതെന്താ അങ്ങനെ? കാർന്നോരെന്താ പുള്ളിയുടെ കൂടെ കിടക്കുന്നത്? അതൊന്നുമില്ല, കൊച്ചിൻ്റെ ശീലമായിപ്പോയി. അവൻ ഒറ്റയ്ക്ക് ഇടുന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെന്താ? മനുഷ്യൻ്റെ കാര്യമല്ലേ, എപ്പോഴാ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്?
തൽക്കാലം അത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെന്തെങ്കിലും നീ അറിയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ അന്ന് പറയാം.